வணக்கம் மக்களே, வெல்கம் டு தி சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட விஜய் ஜாயின் பண்ணியிருக்காங்க. வணக்கம். வணக்கம். ஓகே, எல்லாம் பார்ட் 1 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்காதவங்களுக்கு டிஸ்கிரிப்ஷன் லிங்க் கொடுத்துருங்க, போய் பாருங்க. இப்போ நம்ம பார்ட் 2க்குள்ள போயிடலாமா? போயிடலாம். ഹൈസ്കൂൾ മുതൽ പ്ലസ് ടു വരെ തിരിച്ച് സ്കൂളില്. പപ്പ മരിച്ച പിന്നെ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ആയല്ലോ. ഇത് ആ ഒരു ഏരിയ. ഇതൊക്കെ പുതിയ ബ്ലോക്കാ. ഗെസ്സേ பண்ண முடியல. അതെ, സുഖമായിട്ടിരിക്കുന്ന മോളെ. സുഖമായിട്ട് ഇത് ആ സിസ്റ്റർ സുഖമായിരിക്കുന്നു. സിസ്റ്റർ വായിക്കാത്ത ഒറ്റ പുസ്തകം ഉണ്ടാവില്ലേ ലൈബ്രറിയില്? ഞാൻ പറയാനുള്ളത് കറക്റ്റ്. എന്തൊക്കെയാണ് സിസ്റ്റർ പുത്തൻ മെമ്മറി പുത്തൻ മുടക്കുന്നതിന്റെ പേര് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഒന്നും ഓർമ്മയിരിക്കത്തില്ല. ഞാൻ അവരുടെ ഫേവറേറ്റ് സ്റ്റുഡന്റ് ആയിരുന്നു. ഇതാ. ഓ ശരി. സത്യാന്നേ? ശരി. സത്യം. സമ്മതിച്ചോ? இங்கே தானே டீ குடிச்சாங்க. ഇവിടെ അയാള് പറഞ്ഞു ഇവിടുത്തെ മെയിൻ സ്കാനറാ. നടക്കാൻ പോലും പറ്റത്തില്ല. അത് ഞാൻ വിളിച്ച് ഇയാളെ വിളിച്ചോണ്ട് തോന്നണ്ടല്ലോ. ஓ, சின்ன வயசுல இருந்தே ചോറൊക്കെ ഊറ്റി കുടിക്കും. നമ്മുടെ ലില്ലിയുടെ രണ്ടാമത്തോളം മറിയുടെ ഇളയത് അമ്മച്ചിയും ചേച്ചിയും തോറ്റു പോകും. പാടപ്പാവി. അവന് ലോട്ടറി അല്ലേ. അമ്മച്ചെ കിട്ടിട്ടുണ്ടെന്ന് അങ്ങനെ പോലെ പുള്ളിക്കാരനീരുമ്പോ ഇവിടെ മറിയുടെ അനീത്യ மரியா யார் இப்போ? 12B. ஓ, கிளாஸ்மேட்டா? 12th B. ഞാനേ ഇരുന്ന ഈ കുരുമുളകെല്ലാം കൂടെ കൊണ്ട് കടയിലേക്ക് കൊടുത്തേക്കാണ്ട്. കുരുമുളക് സക്കറായിട്ട് പോവും. ഒന്നും കിട്ടാനില്ല. നീ മടുപ്പ ഒന്നാമത് ആർക്കും വേണ്ട. പണിക്കാർക്കുള്ള കൂലിയും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ മെനക്കേട്ടിന് ഒന്നും കിട്ടുന്നില്ല. നിങ്ങൾ ഉള്ളതെല്ലാം ഇങ്ങ് എടുത്തോ. ഇവര് രാവിലെ இதை டிராப் பண்ணாங்கல்ல. எனக்கு എന്റെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, പരീക്ഷയെ പറ്റി എന്നാ ചോദിച്ചാലും കുഴപ്പമില്ലാന്ന് തന്നെ പറയുള്ളൂ സാറേ. ഇങ്ങനെ കുക്ക് ചെയ്യാൻ കൊടുക്കും. ரேமன், நல்ல நேம்டா. ചേട്ടായി அவங்க பின்னாடி நீ செம ஆக்டர்ப்பா. സാറിന് ഇവരിങ്ങനെ വരികയും ഞങ്ങൾക്ക് കൂടെ ആൾക്കാരുണ്ട് ഒരുമിച്ചിട്ട് കാപ്പിയോ ചായ ചായ ആയിക്കോട്ടെ. പ്രിയമോളുടെ ഭാഗ്യ കേട്ടോ, നല്ല സ്നേഹമുള്ളേക്കന. ചേച്ചിക്കും പിള്ളേർക്കും ഒക്കെ സുഖമാണ്. ഓ, റേസിന്റെ പരീക്ഷയാ, അതുകൊണ്ട് അമ്മയും മോള് ഫുൾ ടൈം പള്ളിയിലാ. അയ്യോ, പരുന്നുപാറയിപ്പൊന്നും പഴയ പോലെ ഒന്നും അല്ല. ഫുൾ സെറ്റപ്പ് ആക്കിയില്ലേ? ഫുൾ ടൈലൊക്കെ ഇട്ട് കണ്ടൊരു കാഴ്ച തന്നെ കേട്ടോ. ഒരു സാറിനെ കൂട്ടി ഇറങ്ങുന്നേ. ആദ്യം സൂപ്പർ ഫാസ്റ്റ് ആയാണല്ലോ. சூப்பர் ஃபாஸ்ட். ഇതാണ് ഞാനും കൂടെ പോയല്ലോ. അയ്യോ, നിങ്ങളിവിടെ റെസ്റ്റ് ചെയ്യാൻ വന്നിട്ട് എന്തിനാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത്? അതിനിപ്പോ എന്നാ കേട്ടോ, ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലല്ലേ? അത് ശരിയാ. അന്ന് സാറ് റെഡിയിച്ചോ ചായ കുടിച്ചിട്ട്. ഓ, இன்ட்ரெஸ்டிங்கான ஷார்ட்ஸாவே இருக்கலாம். സാറിവിടെ വേറെ ജോലിക്കൊന്നും നോക്കണം. നോക്കണം കുറച്ച് കഴിഞ്ഞിട്ട്. വീട്ടിലെ പണിക്ക് വല്ല ആളെ ആവശ്യം വരുമ്പോഴേക്കും നമുക്ക് ആ ചെറുക്കൻ്റെ അമ്മയോട് പറയാം കേട്ടോ. സാറേ അവിടെ ഇരുന്നോ. வா, இங்கே கட்டுறாங்களா? അവിടെ സിമെന്റ് മൊത്തം വന്നായിരുന്നോടാ? ആണോ? ഞാനൊന്ന് താഴ്മരെ പോയിട്ട് വരാം. സാറേ, അത് പുതിയ ഇൻഫർമേഷൻ സെന്ററിന്റെ ബിൽഡിംഗ് ആണ്. ഇനി 18 മൈലിലെ ഒരുത്തിനൊരു ഉപദ്രവം കാണിക്കാൻ പറ്റില്ല. എന്നെ കാണിച്ചാൽ പുള്ളി കാണാൻ പറ്റും. ഞങ്ങളുടെ എന്താ കാണിക്കാൻ? എന്ത് കാണിക്കാനോ സാറേ? കഴിഞ്ഞ ദിവസം ഒരുത്തവന്റെ പെപ്പർ നോക്കിനെ കൂടെ വന്നിട്ടുണ്ട്. മലയുടെ മുകളിൽ തള്ളി താഴത്തോട്ടിട്ട് കൊന്നു കളഞ്ഞു. എന്നിട്ട് നേരെ പോലീസിൽ പോയി പരാതി കൊടുത്തേക്കാം. അവന്റെ ഭാര്യനെ കാണാനില്ലെന്ന് പറഞ്ഞു. പോലീസുകാർ വന്നിവിടെ തപ്പിട്ടന്നെ ഒരു പന്നിയുടെ അസ്ഥി കൂടെ അങ്ങനെ എന്തോ കിട്ടി. അത്ര തന്നെ അവൻ കാശ് കൊടുത്തത് സംഭവത്തിൽ നിന്ന് വിളി. വരുത്തന്മാര് വന്നിട്ട് ഇവിടെ ഓരോന്ന് ഒപ്പിച്ചു കൊടുക്കും. നമ്മള് വേണം സാറേ പിന്നെ പുറകെ തൂങ്ങാൻ. സാറേ കാര്യം പിടിക്കില്ല. ரிஸ்கியான பிளேஸ் தான். அப்ப ஹீரோயினுக்கு ஏதோ ஆஃபரா? 72 ഗുണം 456 സമം 30,800. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ 72 ഗുണം 456 എന്ന് പറഞ്ഞാൽ 32,836. 56 ശരിയാ.
37,000. നാട്ടിലേറെ കുടുംബം എങ്ങനെ അച്ഛാ കിട്ടുന്നത്? തണുപ്പത്ത് ശരിക്കും വർക്ക് ചെയ്യത്തില്ലായിരിക്കും അല്ലേ? ഇരിച്ചല്ലേ പോവാ. ഇത് കപ്പണ്ടല്ലേ എന്തുവാ മിടുക്കൻ. நோ எதாவது நடக்க போகுது எங்களுக்கு. யாரோ வாட்ச் பண்ற மாதிரியே இருக்குடா. ஆமா மாதிரி கிரீப்பியான வைப்ஸா இருக்கு. நியூட்ரலா நட்லவா? இல்ல ஹஷிஷ். ஓகே. ஆமா இந்த ஆங்கிள் யாரு பிஓவி மாதிரி தான் இருக்கு. அப்ப துபாயிலேருந்து ஃபாலோ பண்றாங்களோ? துபாயில இருந்து ஃபாலோ பண்ற மாதிரி தெரியல. இங்க வந்ததுல இருந்து ஃபாலோ ஃபீல் இருக்கு. நோ டூட். വിയർഡ് ഫെല്ലോ. താനേതാ? ജിതിൻ പാപ്പാളി കോൺട്രാക്ട് വിട്ടതാ. ബെന്നിച്ചേട്ടൻ ഇവിടെ ഇല്ല, പുറത്തു പോയി. ബെന്നിച്ചേട്ടനോട് പാപ്പാളി കോൺട്രാക്ട് ഒന്ന് അവിടെ വരെ വരാൻ പറഞ്ഞു. ആ പറഞ്ഞേക്കാം. ഗേൾസ് ആർക്കും കഷ്ടം தான் போல. അല്ലെങ്കിൽ ഉറങ്ങി അല്ലേ കൂട്ടുകാരന് കൊടുക്കാം. ഇവിടെ പോലീസ് സിഗരറ്റിനൊക്കെ ഭയങ്കര വിലയാണ്. ஒரு கிரீப்பியான வைப்ஸ் இருந்துகிட்டே இருக்குடா. ഉറങ്ങിപ്പോയിരിക്കും. സോറി ലൈൻ കോളിലായിരുന്നു. അതെ മോളെന്റെ വിസ ഇപ്പൊ ഇത് കൊടുക്കാനായിട്ടപ്പോൾ ഞാൻ കൊച്ചിക്ക് പോകണ്ടല്ലോ. ഇവിടെ തന്നാ മതി. എന്നാ ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ സാറേ. ചേട്ടാ, ഏതോ ഒരു പാപ്പാളി കോൺട്രാക്ടർ ചേട്ടനെ ആളോട്ട് വിളിപ്പിച്ചിരുന്നു. നമ്മുടെ പറമ്പൊക്കെ പാട്ടത്തിന്റെ തരുന്ന കോൺട്രാക്ടറാ കൃഷിക്ക്. ഞാൻ നാളെ പോയി കാണാം. ഓക്കെ സാറേ ഞാനും പറ്റേ ഇറങ്ങിക്കോട്ടെ. ഓക്കെ നാളെ കാണാം. பேக்கிங் வந்து ஒரு தனி ஆர்ட்ரா. எனக்கு பேக்கிங் கற்றுக்கணும்னு ரொம்ப ஆசை. ம் വാവ് നൈസ്. செம்மையா இருக்கல வீடு. ஃபயர் பிளேஸ்லாம். ഓ യെസ്. സോ 1 2 ഞാൻ തോമസിനെ വിളിച്ചിരുന്നു. സ്റ്റാർട്ടറിന്റെ ബേസിക് പ്ലാൻ ഒക്കെ കൊടുത്തു. എന്നിട്ട് എന്നാ പറഞ്ഞു? അവൻ കുറച്ച് ബിസിയാ. ഫ്രീ ആൻഡ് ദിവസം ഇരിക്കാന്ന് പറഞ്ഞു. അവന് ഡിസൈനിന് വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. എബി നല്ലോണം ടൈം എടുത്ത് ചെയ്താൽ മതി. ബാക്കി നല്ല ഓക്കെയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം ഒരുമിച്ച് ജീവിച്ച കപ്പിൾ ആരാന്നറിയോ? ഷൂഷാമ തോമസ്, ഫിലിപ്പോസ് തോമസ്. ആണ് നമ്മുടെ കൂട്ടുകാരൻ. எத்தனை வருஷம்? ഷൂഷാമയ്ക്ക് 12 വയസ്സും ഫിലിപ്പോസ് 90 വർഷം ഒരുമിച്ച് ജീവിച്ചതാണ്. 90 வருஷம் உயிரோடு இருக்கிறதே பெரிய விஷயம். എന്തായാലും ആൻഡ് ഫിലിപ്പോസ് Good. ശരിയാണ്. Yeah. 1 2 இந்த மாதிரி ஏதோ ஒரு ஹாப்பி மூமெண்ட் நடக்குதுன்னாவே ஏதோ கெட்டது நடக்க போகுதுன்னு என் மனசுக்கு தோண ஆரம்பிச்சு. திரும்பி அதே ஷாட். இப்போதான் யாரோ ஓடுவாங்க நினைக்கிறேன் ட்ரெயிலர்ல விசிட்டா. எப்படியா? யாரா இருக்காங்கடா? ஆமா அவன் தான் நினைக்கிறேன். பப்பாளி கான்ட்ராக்ட். அவன் ஹைட் கம்மியா இருந்தான்டா. இவன் வித்தியாசமா இருக்கான்டா. கண்ணு மட்டும் தெரியுது. இவங்க ஏன் விண்டோ திறந்து வச்சிருக்கோங்கிறீங்க? கிரீப்பியான பர்சன்ஸ் அவனுங்களாம். சரி இப்படி மனுஷங்க இருக்காங்க வரேன். போச்சு. இப்படி இன்னும் கத்தாம இருக்காங்க.
അവിടെ ആരുണ്ട്? അതാരുണ്ട്? ഞാൻ കണ്ടതാ Illusion-ഓ? எப்பயுமே ட்ரஸ்ட் பண்ணணும் அவங்கள. யாரோ ஒருத்தங்க இப்படி சொல்றாங்கன்னா கண்டிப்பா ட்ரஸ்ட் பண்ணணும். இக்னோர் பண்ணக்கூடாது இந்த மாதிரி பிளேசஸ்ல. யூ மேட் அ மிஸ்டேக் படி. கட்டில் கடியில் இருக்கானா? ஐயோ இல்லை ஓகே. டிரான்சிஷனுக்காக கட்டில் கடியில் இருந்தானே அவ்வளோதான் டரிச்சாயிருக்கணுங்களா. இந்த மாதிரி பிளேஸ்ல ஒய்ஃப் தனியாக விட்டு போறானே. இந்த ஆக்சுவலி இந்த மாதிரி நிறைய இன்சிடென்ட்லாம் நடந்திருக்குன்றாங்க. ஆனா வீடு பயங்கரமா இருக்கா, பேலஸ் மாதிரி இருக்குடா. ഞാൻ മതിലിൽ നടിക്കുന്നതാണ് കുരിയച്ച കോൺട്രാക്ടറുടെ അളിയൻ ലേഡി. പട്ടാളത്തിലാ നല്ല ഹീറ ലീവിന് വന്നിരിക്കുന്ന. മറ്റത് രണ്ടാമത്തെ അനിയനാ പീറ്റർ, ഒറ്റത്തടിയാ. അജിമിനെ കണ്ടു, അതാണ് ഏറ്റവും എളിയത്. കുഞ്ഞുവാൻ ഒറ്റപത്തിയാ, ഒരു കാര്യമില്ല. കണ്ണാടി വെച്ചിരിക്കുന്ന ആളെ കണ്ടു. ജർമ്മൻ ഷെപ്പേർഡ്. പുള്ളിയുടെ അപ്പന്റെ കാലത്ത് മലകയറി ഇങ്ങോട്ട് വന്ന ഓക്കെ. ഓ പിന്നെ ആ ജീപ്പിന്റെ സൈഡിൽ നിൽക്കുന്നവനെ കണ്ട ആ പാൻറ്റിട്ട് അതെന്താ ജിതിൻ? ജോലിയുടെ തൊട്ടപ്പുറം നിൽക്കുന്നത് ജിതി. ഇവിടുത്തെ ഒരിടത്താൻ ഒരു പായല്. என்ன இது கிளாஸ் ப்ரொமோஷன் டாக் இங்கே வரப்போகுதுன்னு நினைக்கிறேன். ഈ പ്രദേശത്ത് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. ഇവർ എല്ലാ പടത്തിലും ബാഡ് ആണെന്നുണ്ടോ, ഒരു ബാഡ് ക്യാരക്ടർ ആണ്. ഇത് നമ്മുടെ കോൾ സാറിന് രണ്ടാമത്തെ കൊച്ചിക്കാണ്. എന്നാ പേടിച്ചായിരുന്നു? പുള്ളിയുടേതായിട്ടൊന്നും അതാ ഞാൻ ഓർത്തെ, ആരാ ബെന്നിയുടെ കൂടെ വരത്തം ചെക്കുന്നത്? കെട്ടിയിട്ടേക്കുന്ന പട്ടിയെ കണ്ട് ഇങ്ങനെ മേടിച്ച അവനെങ്ങാനും തുടലും പിടിച്ചു വന്നാൽ എന്നാ ചെയ്യും? കൊച്ചേ, കൊച്ചന്റെ മേശയുടെ വലിപ്പിരിക്കുന്ന പൊതി എടുത്തോ. സിഗരറ്റ് ഞായറാഴ്ച ബെന്നി പാറക്കുടിയിലെ சொன்னா நாய் கேக்குது. நிறைய சிலமை பண்ணிருக்கு. നല്ല ആപ്പിൾ പോലത്തുള്ള പെമ്പിള്ളേരുണ്ട് വീട്ടിലെ. ആണിത് ആരോടാ പറയുന്നത്? ഏൻ ആപ്പിൾ കണ്ടത്? ആപ്പിൾ ഉണ്ടാക്കുന്ന ഇവിടെ കപ്പയും കാച്ചല്ലേ. നമ്മളാക്കിയായിട്ടൊക്കെ ജീവിച്ചു നോക്കണേ. ഒരു കമ്പനിയോ எவ்வளோ சொல்றது? பேட்டல் ரைஸ் இவ்வளோ ரேஸ் போட்டுட்டு இருக்காரு. മോളിപ്പോ SLC-ക്കല്ലേ? സാന്ദ്ര അല്ലേ? இந்த பொண்ணு கூட தான் அவர் நடந்து போனாரா? മൂത്ത് വെച്ച് പുറത്ത് കഴിഞ്ഞ് ஓகே, அந்த பையனை போட போறாங்கன்னு நினைக்கிறேன். மாட்டிக்கு എല്ലാരും പഠിച്ചിട്ട് பெரிய வீடு மாதிரி இருக்கு இது. എന്നാ ഞങ്ങൾ അറിയിക്കോട്ടെ, പണി നടക്കട്ടെ. மாட்டிக்க போறாங்க, அவனை போட போறாங்க. ரேமனுக்கு அவ்வளவுதான் சோழி முடிய போகுதுன்னு நினைக்கிறேன். யாரா அந்த புது கேரக்டர்? யாரை பார்த்தாலும் நம்ம ட்ரிப்பியே இருக்கீங்களா ஆங்கர்ல. இவர் தான் சராஃபுதீன். தானே எலக்ட்ரா. எலக்ட்ராவா? பைக் சொல்றியா? ராயல் என்ஃபீல்ட் 500. எலக்ட்ரான்னு சொல்லிட்டு இது கிளாசிக் 500. கிளாசிக்கா? எலக்ட்ரா தான் இந்த பிளாக் அண்ட் க்ரோம் காம்பினேஷன். നമ്മുടെ പട്ടാളത്തിൽ கிளாசிக்ல வரும். ജോസി പുള്ളി ഇപ്പം ഡൗണിക്കട വന്നതാ. எலக்ட்ரா நினைக்கிறமா ரேமண்ட். பாரு யாரோ பார்த்துக்கிட்டே இருக்க மாதிரி இருக்கு. ரேமன் தான் வெயிட் பண்றானா? தேவையில்லாத வேலை பார்க்கலாம். இப்பதானே லுக்கு தெரியுது. இப்போ மமிதா பீஜோட ரேஞ்சே வேற. இங்கெல்லாம் கேக்கா நல்லா இருக்கு ஏரியா. சைக்கிள் குடிச்சிருவாங்களே. ഞാൻ എന്തിനാ ആവശ്യമില്ലാത്ത പണിയൊക്കെ ചെയ്യുന്നു? വേണോ കണ്ടോ? இதுக்கு இல்லையா சார் ஒரு 2? இதுக்கு இல்லையா சார் ஒரு 2? ഇതല്ലേ അതിന്റെ ഒരു അവസ്ഥ. അവൻ എന്നെ പറ്റിയെന്ന് അവൻ ഹാപ്പി അല്ലേ? എനിക്ക് എന്റെ പ്രിയ കൊച്ചിന്റെ കേസില്ല, നന്നായിട്ടൊക്കെ നോക്കിയാ മതിയായിരുന്നു. ഓ അവൻ ഇങ്ങനെ അറിയത്തില്ലേ, നല്ല ഒന്നാം തരം പോങ്ങാൻ
இல்ல இங்க எட்டி பார்த்துட்டு இருக்கானுங்களா? அதுதான் தெரியலையே. നിനക്ക് എന്തേലും പണിയെടുക്കാൻ വേണ്ടടാ. കാട്ടിലും കൂട്ടുവാണോ? இல்ல யோசிச்சுட்டு இருக்காங்க போல. எட்டி பார்க்குற மாதிரி தான் இருக்கு. போட்டோ எடுக்க போறான். கீழே அப்படி இருக்காங்க அவங்க. ഇവളി ചിരി എപ്പോ ചിരിച്ചാലും പണ്ട് ഊട്ടിക്ക് സ്കൂളിൽ നിന്ന് ടൂർ പോയത് ഓർമ്മ വരും. ഇവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല ഏടാ. അല്ല ഇനിയും പറയാമല്ലോ. ഈ ഒരു മൂഡിൽ അവളെ എന്നോട് കേൾക്കാൻ നല്ല രസമല്ലേ? പിന്നല്ലാണ്ട് 12ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ ഊട്ടിക്ക് ടൂർ പോകണമെന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇവളുടെ മിണ്ടുന്നത്. അതിന് മുന്നേ പേടിയായിരുന്നു. വലിയ കൊടുത്തക്കാരിയായിരുന്നു. ഞങ്ങള് ബാക്ക് സീറ്റിൽ പിള്ളേരെല്ലാം നല്ല വെള്ളമായിരുന്നു. രാത്രി ആയിട്ട് ഇവിടെ എന്റെ തൊട്ട് മുന്നിൽ സീറ്റിൽ വന്നിരുന്നിട്ട് എന്നോട് ഒറ്റ ചോദ്യം, ജനാലൊന്നും അടയ്ക്കാവോ? ഞാനാകും അല്ലാതായി പോയില്ലേ, എന്റെ കെട്ടൊക്കെ ഇറങ്ങിപ്പോയി. ഞാൻ ചോദിച്ചു എന്നെ തണുക്കത്താണോ ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു അവർക്ക് ഈ കാറ്റടിച്ചു കഴിഞ്ഞാൽ ഛർദിൽ വന്ന ചൂക്കേണ്ടത്. അപ്പൊ ഞാൻ അമ്മച്ചി പറഞ്ഞാൽ പറഞ്ഞ നമ്പർ ഇട്ടു. ഒരു വിരല് കൊക്കിലെ വെച്ച് കിടന്നാൽ മതി, എല്ലാ ഛർദിലും പറ ഇറങ്ങും. അങ്ങനെയല്ല, മറിച്ചിട്ട് ഉള്ളു പുറത്തു വന്നു ഇതിനേക്കാളൊന്നും നരക്കത്തില്ല. ടെക്നിക്കാലിറ്റീസ് ആക്കി പറയും. ഇപ്പോടാങ്ങിട്ട് ചോര അറിഞ്ഞുകൊണ്ടിരുന്നപ്പോ ഇവളന്ന് കിടന്ന് ഉറങ്ങിപ്പോയി. ഞാനാണെങ്കിൽ ഇവള് വന്ന് എന്നോട് വേണ്ടി ആ ഒരു ഹാങ് ഓവറിൽ ഇവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഇവള് ഛർദിൽ വരാമെന്ന് വിചാരിച്ചു. ഞാൻ എന്റെ കൈ കയറി അവളുടെ കൈയാണെങ്കിൽ എന്റെ കൈന്റെ മേല്. പെട്ടെന്നായതുകൊണ്ട് കൈ ഞാൻ വലിച്ചെടുക്കാൻ നോക്കി. പക്ഷെ അവളെന്റെ കൈ അങ്ങ് വെച്ചു. പിന്നെ ചോര ഇറങ്ങണവരെ അടിച്ചു വിടണ്ടാവും. മാർഷൽ എന്റെ 1-2 ഡ്രസ് കാണുന്നില്ല. ഞാൻ എല്ലായിടത്തും നോക്കി, ഒരിടത്ത് കാണുന്നില്ല. എടുത്തിട്ട് പോയിട്ടാണ് ക്രീപ്പി ഗൈസ്. അണ്ടർഗാർമെന്റ്സ് ആണ് കാണാത്തെ. എനിക്ക് ഇത്ര തമാശ തോന്നുന്നില്ല. സോറി. கேர்லெஸ்ஸா இருக்கும் இருக்கலாம் ரொம்ப. ரொம்ப கேர்லெஸ்ஸா இருக்கிறான். எடுத்துக்க மாட்டேன், சீரியஸ் எடுத்துக்க மாட்டேன். இல்ல கொஞ்சம் சீரியஸ்னஸ் தெரியுது. See, இப்பதான் ரியலைஸ் பண்ணேன். first thing can be an accident. Second may be coincidence. Third time no. எல்லாம் கற்பாம்பூச்சியா இருக்காங்க, மிதிக்கணும். இது வந்து சம்திங் வேற இன்செக்ட் ஏதோ பக் அந்த மாதிரி. ஜித்தின் பைய வாங்கலாம். അതുകൊണ്ട് ഞാൻ അതിലിൻ്റെ പിൻപുറത്ത് പൊക്കം കുറഞ്ഞ സ്ഥലങ്ങളിലും കാണുകിടക്കുന്ന സ്ഥലങ്ങളിലും വാളുകളോടും കുന്തങ്ങളോടും വില്ലുകളോടും കൂടെ നിർത്തി ഞാൻ നോക്കി. പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ജനത്തോടും വലിയവനും ഭയങ്കരനുമായ കർത്താവിനെ ഓർത്ത് നിങ്ങളുടെ സഹോദരന്മാർക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ഭാര്യമാർക്കും വീടുകൾക്കും വേണ്ടി പൊരുതുവിൻ എന്ന് പറഞ്ഞു. ബാപ്റ്റൈസ് பண்றாங்களா? Now he knows. അവൻക്കാണ് കേണ്ടതാണ്. ഇവിടെ താറാവച്ചി എന്താ പെട്ടെന്ന് താറാവ്? പണ്ട് അപ്പച്ചനും അമ്മച്ചിയുള്ള സമയത്ത് നാട്ടിൽ വരുമ്പോ അമ്മച്ചിയുടെ അപ്പൂ நான் இது வரைக்கும் டக்கு சாப்பிட்டதில்ல. நீ சாப்பிட்டா? തീർച്ചയായിട്ടും ഫേവറേറ്റ്. നമുക്ക് ബാംഗ്ലൂർ 2 ദിവസം പോയി നിന്നാലോ? ചേട്ടയെ വിളിച്ചോണ്ടിരിക്കുക. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ട്. ഓക്കെ, താറാവിന്റെ കാര്യം ഞാൻ ബെന്നിച്ചേട്ടനോട് ചോദിക്കാം. അമ്മച്ചി വെച്ചതിന്റെ അത്ര ടേസ്റ്റ് ഉണ്ടാവും അറിയത്തില്ല, എന്നാലും ഞാൻ ഒന്ന് ട്രൈ ചെയ്യാം. ஒளிஞ்சிருக்காங்களோ? அப்படித்தாண்டா வைப் இருக்கு எப்ப பார்த்தாலும். ஆனா ஒவ்வொரு டைம் ஏதோ ஒரு சம்பவம் நடக்குது. திங்ஸ் எஸ்கலேட் ஆயிட்டே போகுது. மிரர் நம்ம அடிக்கடி வர மாதிரியே இருக்குல்ல. ஃபோக்கஸ் பண்ண ட்ரை பண்ற மாதிரியே இருக்கு.
எப்பயுமே வேறு இருக்கு. இப்போ எட்டி பார்க்குறாங்க போல. ஆமா, இது லைட் வருது. ஆ. நினைச்சேன். மேல இந்த ஆங்கிள் இருக்கா என்ன? ஆமா, எப்பவுமே ஆ. അതാ നോക്കൂത്തി അടാ. താണ്ടർന്ന് ബഹളം വെക്കലോ. அந்த சேம் ஸ்பாட் தானே அது? ஸ்பாட்டு ஆ. சீர் மாதிரி இருக்குங்களா? creepy guys. എബി എബി എന്തായി? പെണ്ണ് എടുക്കപ്പെടാനോ ഞാൻ ഇവിടെ വെച്ച ടേപ്പ് എബി എന്തായി? ഒരു ഒട്ടയടിക്ക് പോകാൻ പോല. എബി എന്തെടുക്കുവാ? അയാൾ അവിടെ നിന്ന് പണിയെടുത്തോണ്ടിരിക്കുക. നമ്മളത് കാണിച്ച പ്രശ്നം വരുന്നില്ലേ? சால்வா போறாங்க போல. இவனுக்கு பிரச்சனை பண்ண வேணாம்னு யோசிக்கிறான் அவன். A war over disputes, interesting topic. ஓகே, பார்ட் 2 இதோட ஸ்டாப் பண்ணிக்கலாம். மீண்டும் பார்ட் 3ல சந்திப்போம். நன்றி, வணக்கம். பாய்.